കോട്ടയം YMCA റിലീജിയസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം ഓർഗനൈസ് ചെയ്ത ഒരു ക്വയറാണ് ഈ കോട്ടയം എക്യുമെനിക്കൽ ക്വയർ, കോട്ടയം YMCA എക്യുമെനിക്കൽ ക്വയർ. ഞങ്ങളതിനെ കൈമക് എന്നൊരു പേരിലായി ഇപ്പം വിളിക്കുന്നു. ഏകദേശം കോട്ടയത്തിനും ചുറ്റുവട്ടത്തിലുള്ള ഏകദേശം 30-ൽ പരം ഇടവകകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പാട്ടിനോട്, ക്രിസ്തീയ സംഗീതത്തോടും സംഗീത സാക്ഷ്യത്തോടും താല്പര്യമുള്ള ഏകദേശം 80-ൽ ചില്ലുവാന ആൾക്കാരാണ് ഈ ക്വയറിലുള്ളത്. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് YMCA പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വളരെ ക്രമമായിട്ട് എല്ലാ തിങ്കളാഴ്ച വൈകിട്ടുമാണ് ഇവിടെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരമുള്ളത്. ഞങ്ങളുടെ റിഹേഴ്സൽസ് നടക്കുന്നത് ഞങ്ങളുടെ ഇനോഗ്രൽ റിസൈറ്റലാണ് മെയ് 31 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ വെച്ച് നടത്തുന്നത്. അപ്പം ഈ പ്രാവശ്യം ഞങ്ങളുടെ ഉദ്ഘാടന പരിപാടിയുടെ ഒരു ഉദ്ദേശമായിട്ട് ഞങ്ങൾ YMCA ബോധിനിലയം സ്കൂളിനെയാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ ഒരു ചാരിറ്റബിൾ കോസ് ആയിട്ട് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വോട്ടെവർ ചെലവ് കഴിഞ്ഞിട്ട് ലഭിക്കുന്ന എല്ലാ തുകകളും അവിടെ ബോധിനിലയത്തിന്റെ സപ്പോർട്ടിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ ഉദ്ദേശം. സംഗീതത്തെ ശാസ്ത്രീയമായി സമീപിക്കുക മാത്രമല്ല, ഈ ആശയത്തെ, സുവിശേഷത്തെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാൻ അത് ദേശഭക്തി ഗാനങ്ങളിലൂടെയും നമ്മുടെ ആശയപരമായിട്ടുള്ള മലയാള തനിമയുള്ള ഗാനങ്ങളിലൂടെയും പാശ്ചാത്യ ക്ലാസിക്കുകളിലൂടെയും ഒക്കെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത്. ഒരു ചീഫ് ഗസ്റ്റായിട്ട് ഞങ്ങളൊരു നല്ല സംഗീതജ്ഞനായ ഫാദർ സെവേറിയസ് തോമസിനെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹമായിരിക്കും ഒരു ആശീർവാദം, ഒരു ബ്ലെസ്സിങ് നൽകുന്നതും അദ്ദേഹം ഒരു ചെറിയ പ്രോഗ്രാം അവതരിപ്പിക്കാനുമുള്ള ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പൊതുജനങ്ങൾക്ക് സൗജന്യമായിട്ട് ആണ് പ്രവേശനം. അന്നൊരു സ്തോത്ര കാഴ്ച ഉണ്ടായിരിക്കും. അതിൽ നിന്ന് ലഭിക്കുന്നത് മുഴുവൻ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കോസിന് വേണ്ടി, അതായത് ബോധിനിലയം സ്കൂളിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കടന്നു വരണം. ഇത് ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനമാണ്. ഇപ്പൊ എക്യുമെനിക്കൽ ക്വയർ ഞങ്ങൾ ഒക്ടോബർ മാസത്തിൽ ആരംഭിച്ചതാണെങ്കിലും ഞങ്ങള് സ്റ്റേജ് പ്രോഗ്രാമായിട്ട് ആദ്യമായിട്ട് ഒരു സംഗീത ആരാധനയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ സംഗീത ആരാധന ഏറ്റവും മനോഹരമായിട്ട് നടക്കാനായിട്ടാണ് എല്ലാവരും ശ്രമിക്കുന്നത്. വളരെ ഉത്സാഹത്തോടെ എല്ലാവരും കടന്നു വരുന്നത്. താങ്ക് യു.